ബന്ധമെന്നാണ് സബ്ജക്റ്റ്. എടാ നീ കേൾക്കുന്നില്ലേ? ഹലോ. ബന്ധങ്ങളെക്കുറിച്ച് ഞാൻ എന്തെഴുതാനാണ്? ബന്ധങ്ങൾ എന്നെയും ഉപേക്ഷിച്ച് ഈ പടിവാതിൽ കടന്നു പോകുന്നത് ഞാൻ ഈ ജനാലയ്ക്കരികിൽ നിന്ന് നിറകണ്ണുകളോടെ നോക്കി നിന്നിട്ടുണ്ട്. എൻ്റെ ചുറ്റിലും നിന്ന് കോമരങ്ങളെപ്പോലെ അവർ ഉറഞ്ഞു തുള്ളിയതും ഇരുട്ടിൻ്റെ മറവിൽ നിന്നും എന്നെ നോക്കി അന്ധകാരത്തെ കീറിമുറുക്കി വിധം അട്ടഹസിച്ചതും ഞാൻ പതിയെ പതിയെ മറന്നു തുടങ്ങിയിരിക്കുന്നു. അന്നു മുതൽ എൻ്റെ ബന്ധങ്ങൾ പഴകിതിരെ വെച്ച് ഈ ജനാലയ്ക്കുള്ളിൽ ഒടുങ്ങി അവസാനിക്കുന്നത് ഞാൻ കണ്ടു. ഒടുവിലത്തെ ഉരുളയും മൂട്ടി എൻ്റെ അമ്മ പടികളിറങ്ങുമ്പോൾ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആരുമില്ലാതിരുന്ന എൻ്റെ ബാല്യത്തിന് ഈ ജനാലകൾ പുതിയൊരു തിരിച്ചുവരവിന് പ്രതീക്ഷ തന്നു. മോനെ, ചോറെടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് മതിയായി. എത്ര കാലമായി ഞാനിത് സഹിക്കുന്നു. എനിക്ക് മതിയായി. എന്റെ മോനെ വിചാരിച്ച് മാത്രമാണ് ഞാനിത് സഹിക്കുന്നത്. ഇനി എനിക്കിത് വയ്യ. ഇറങ്ങി പോടി. എന്റെ കണ്ണന് നിന്റെ കുട്ടിക്കാലം നിനക്ക് നഷ്ടങ്ങൾ മാത്രമേ സമ്മാനിച്ചിട്ടുള്ളൂ എന്ന് ഈ അമ്മയ്ക്കറിയാം. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. നഷ്ടപ്പെടുമ്പോൾ മാത്രമേ അതിൻ്റെ വില നമ്മൾ മനസ്സിലാക്കൂ. എൻ്റെ സന്തോഷത്തിനാണ് ഞാൻ എന്നും പ്രാധാന്യം നൽകിയിട്ടുള്ളതെന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടോ? അച്ഛൻ്റെ മരണത്തിന് ശേഷം നീ എൻ്റെ അടുത്തേക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. നീ വന്നില്ല. ഇനിയെങ്കിലും നിനക്ക് വരരുതോ? നീ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചോട്ടെ? ബന്ധങ്ങളെന്നും എനിക്ക് നനവുള്ള ഓർമ്മകൾ മാത്രമാണ്. എൻ്റെ നിഴല് പോലും എന്നെ ഉപേക്ഷിച്ചു പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. പക്ഷേ ഇന്ന് ഈ ജനാലക്കരിയിൽ നിൽക്കുമ്പോൾ ബന്ധങ്ങളുടെ ഒരു നനുത്ത സ്പർശം ആ പടിവാതിൽ കടന്നു വരുന്നത് നോക്കി ഞാൻ ഈ ജനാലക്കരിയിൽ